എല്ലാവർക്കും സുധർമാസ് ഫിസിക്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. +1 ഫിസിക്സിന്റെ എക്സാം സ്പെഷ്യൽ ക്ലാസ് ആണ് ഇന്ന് എടുക്കുന്നത്. നമ്മുടെ ചാപ്റ്റർ 10 മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് അതിലെ വരുന്ന ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ടുള്ള കൺസെപ്റ്റ് ഡിസ്കഷനും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസും ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് ഞാൻ കഴിഞ്ഞ ആഴ്ച ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്ത കുട്ടികളുണ്ടെങ്കിൽ അത് കാണുക. അതിൽ ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ഫോക്കസ് ഏരിയ മാത്രമായിട്ടാണ് ഞാനിപ്പോൾ കവർ ചെയ്യുന്നത്. അപ്പം ഫ്ലൂയിഡ്സിൻ്റെ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് വളരെ കുറച്ച് പോർഷൻ മാത്രമേ ഉള്ളൂ. അതിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത് പാസ്കൽസ് ലോ, പിന്നെ ബെർണോളിസ് പ്രിൻസിപ്പിൾ ഉണ്ട്. പാസ്കൽസ് ലോയിൽ തന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻസായ ഹൈഡ്രോളിക് മെഷീൻസിനെ പറ്റിയിട്ടും പഠിക്കാനുണ്ട്. അപ്പോൾ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ഒരുപാട് ഡെറിവേഷനായിട്ടൊന്നും ഇല്ല, കുറച്ച് ന്യൂമറിക്കൽ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാസ്കൽസ് ലോ. പാസ്കൽസ് ലോ എന്നുള്ളത് ഫ്ലൂയിഡ് പ്രഷറായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലോ ആണ്. ഹൈഡ്രോളിക് മെഷീൻസ് ഒക്കെ വർക്ക് ചെയ്യുന്നത് പാസ്കൽസ് ലോ ബേസ് ചെയ്തിട്ടാണ്. അപ്പം പാസ്കൽസ് ലോന്റെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ദ പ്രഷർ അപ്ലൈഡ് ടു എൻ എൻക്ലോസ്ഡ് ലിക്വിഡ് ഈസ് ട്രാൻസ്മിറ്റഡ് അൺഡിമിനിഷ്ഡ് ടു എവറി പോർഷൻ ഓഫ് ദ ലിക്വിഡ് ആൻഡ് ദ വാൾസ് ഓഫ് ദ കണ്ടെയ്നിങ് വെസൽ. The pressure applied to an enclosed liquid is transmitted undiminished to every portion of the liquid and the walls of the containing vessel. എന്ന് വെച്ചാൽ ഒരു ക്ലോസ്ഡ് സർക്കംസ്റ്റൻസിലുള്ള ഫ്ലൂയിഡ്, എൻക്ലോസ്ഡ് ലിക്വിഡ്, അതായത് നമ്മളിപ്പോൾ ഇവിടെ കാണാം ഒരു വെസലിനകത്തുള്ള ലിക്വിഡ്. അപ്പം അതിനകത്ത് നമ്മളൊരു പ്രഷർ അപ്ലൈ ചെയ്താൽ അതിൻ്റെ ത്രൂ ഔട്ട് അതിൻ്റെ വാൾസിലും അതിൻ്റെ ആ ഫുൾ ഫ്ലൂയിഡിലേക്ക് ആ പ്രഷർ ട്രാൻസ്മിറ്റ് ചെയ്യും. എങ്ങനെയാ പ്രഷറിൽ ഒരു വ്യത്യാസവും വരാതെ ട്രാൻസ്മിറ്റ് ചെയ്യും എന്നുള്ളതാണ് എന്ത് പാസ്കൽസ് ലോ പറയുന്നത്. അപ്പം അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ എൻക്ലോസ്ഡ് ലിക്വിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ എൻക്ലോസ്ഡ് ലിക്വിഡ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അത് ഒഴുകുന്ന നമ്മുടെ പുഴയിലൊക്കെ ഉള്ള വെള്ളത്തിനൊന്നും അത് അപ്ലിക്കബിൾ അല്ല, അത് ഫ്ലോയിങ് വാട്ടർ ആണ്. അപ്പോൾ എൻക്ലോസ്ഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ മെയിനായിട്ട് നമുക്ക് പറയാം നമ്മളൊരു പാത്രത്തിനകത്തുള്ള അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇതായി കാണുന്ന പോലെയുള്ള ഒരു സെറ്റപ്പിനകത്ത് ഒരു ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വെള്ളം മാത്രം മനസ്സിൽ വിചാരിക്കരുത്. ഫ്ലൂയിഡ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്ന എന്തും നമുക്ക് ലിക്വിഡ്സിനും ഗ്യാസസിനും അപ്ലിക്കബിൾ ആണ്. അപ്പം ഹൈഡ്രോളിക് മെഷീൻസിൻ്റെ പ്രിൻസിപ്പിൾ പാസ്കൽസ് ലോ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ഈ ഡയഗ്രാം എന്ന് പറയുന്നത് ഒരു എൻക്ലോസ്ഡ് ലിക്വിഡാണ്. എൻക്ലോസ്ഡ് ലിക്വിഡ് എന്ന് പറഞ്ഞാൽ നോക്കും, ഇങ്ങനെ ഒരു വെസലിനകത്ത് രണ്ട് വെസൽസ് കാണാം അവിടെ അല്ലേ, രണ്ട് സിലിണ്ടർ നമുക്ക് കാണാം. ആ സിലിണ്ടറിനെ തന്നെ രണ്ട് സിലിണ്ടറിനെയും കൂടി ഒരു ട്യൂബ് വഴി ബന്ധിപ്പിച്ചിട്ടുണ്ട്. ആ ബന്ധിപ്പിച്ച് അതിലെ കൂടെ നമുക്ക് ആ ഫ്ലൂയിഡ് കാണാം. അതായത് ഇങ്ങനെയുള്ള ഒരു സെറ്റപ്പ് ഒരു എൻക്ലോസ്ഡ് ലിക്വിഡിൻ്റെ സെറ്റപ്പിന് എക്സാമ്പിളാണ്. അപ്പം ഇവിടെ ഹൈഡ്രോളിക് മെഷീൻസിന് പാസ്കൽസ് ലോ ആയിട്ട് എന്താണ് ബന്ധം? ഹൈഡ്രോളിക് മെഷീൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ലേ, കാറിനെ നമ്മൾ ലിഫ്റ്റ് ചെയ്യുന്ന, ഈ കാർ ക്ലീനിങ്ങിൻ്റെയും കാർ മെക്കാനിക്സ് ഒക്കെ യൂസ് ചെയ്യുന്ന, അവിടെ ഗാരേജിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഹൈഡ്രോളിക് ജാക്ക് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഹൈഡ്രോളിക് മെഷീൻസിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഇവിടെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രഷർ നമ്മൾ ഒരു ചെറിയ പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രഷർ ആ ഫ്ലൂയിഡിൽ കൂടെ ഒട്ടും കുറയാതെ ട്രാൻസ്മിറ്റ് ആയിട്ട് അപ്പുറത്തെ സിലിണ്ടറിലേക്ക് എത്തും. സിലിണ്ടറിൽ അവിടെ നമുക്ക് രണ്ട് പിസ്റ്റൺസ് കാണാം. അപ്പം ഒരു വെയിറ്റ് ഇവിടെ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടാവാം. അങ്ങനെ ഒരു ഫോഴ്സ് അവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു പിസ്റ്റൺ ഉണ്ട്. ആ പിസ്റ്റണിന് ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ നമുക്ക് രണ്ട് സിലിണ്ടേഴ്സാണ് മെയിനായിട്ട് നമ്മുടെ ഹൈഡ്രോളിക് മെഷീൻസിൽ ഉണ്ടാവുക. രണ്ട് സിലിണ്ടേഴ്സും രണ്ട് പിസ്റ്റൺസും. അത് തമ്മിൽ ആ രണ്ട് സിലിണ്ടേഴ്സ് തമ്മിലുള്ള കണക്റ്റഡ് ആയിട്ടുള്ള ട്യൂബ് ഉണ്ടാവും. ആ ട്യൂബിലേക്ക് കൂടെ നമ്മുടെ ഫ്ലൂയിഡ് എന്താ പറയുക, അത് കണക്ട് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പം നമ്മൾ ഒരു പിസ്റ്റൺ യൂസ് ചെയ്തിട്ട് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പം അവിടെ ഒരു പ്രഷർ ജനറേറ്റ് ആവും. ആ പ്രഷർ ഈ ഫ്ലൂയിഡിലേക്ക് കൂടെ അപ്പുറത്തെ സിലിണ്ടറിലുള്ള ആ പിസ്റ്റണിൻ്റെ മുകളിലേക്ക് കൂടി ആ പ്രഷർ എക്സേർട്ട് ആവുകയാണ്. അപ്പോൾ ഈ പ്രഷർ ഇവിടെ P1 എന്നുള്ളൊരു പ്രഷറാണ് അവിടെ ഉണ്ടായിരിക്കുന്നതെങ്കിൽ അതേ പ്രഷറാണ് ഇവിടെ P2 ആയിട്ട് വരിക. ആ P2 എന്ന് പറയുന്നതും P1ഉം സെയിം ആയിരിക്കും എന്നാണ് നമ്മുടെ പാസ്കൽസ് ലോ പറയുന്നത്. പക്ഷെ അതുകൊണ്ട് എന്താണ് അഡ്വാൻറ്റേജ് എന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരു ഫോഴ്സ് F1 അപ്ലൈ ചെയ്തു. എവിടെയാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്?
A1 ഏരിയയിലാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ എല്ലാവർക്കും അറിയാം. പ്രഷർ P1 is equal to F by A. ഫോഴ്സ് ബൈ ഏരിയ ആണ് എന്ത്? പ്രഷർ. അപ്പം F1 ഡിവൈഡഡ് ബൈ A1 ആണ് എന്ത്? P1 എന്നുള്ളത്. അതേപോലെ ഇവിടെ രണ്ടാമത്തെ സിലിണ്ടറിൽ വരുന്ന P2 എന്താണ്? P2 is equal to F2 ഡിവൈഡഡ് ബൈ A2. അപ്പോൾ നമുക്ക് എന്ത് പറയാം? പാസ്കൽസ് ലോ പ്രകാരം P1ഉം P2ഉം ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് P1 is equal to P2 എന്ന് എഴുതാം. P1 is equal to P2 എന്ന് പറഞ്ഞാൽ എന്താണ് P1? F1 ഡിവൈഡഡ് ബൈ A1. അതാണ് പ്രഷർ അപ്ലൈഡ് ഓൺ ദ സ്മോളർ സിലിണ്ടർ. അപ്പോൾ ഇവിടെ രണ്ടും നമുക്ക് കമ്പയർ ചെയ്താൽ കാണാം, ഒരു സിലിണ്ടർ സ്മോളും ഒന്ന് വലുതുമാണ്. ആ ഏരിയ കണ്ടോ, ഇത് ചെറുതും ഇത് മറ്റേത് വലുതുമാണ്. അപ്പോൾ F1 ബൈ A1 is equal to F2 ഡിവൈഡഡ് ബൈ A2. അപ്പോൾ നമുക്ക് ഇതിന്ന് ഈ രണ്ടാമത്തെ നമ്മളിവിടെ ഓൾറെഡി നമ്മൾ അപ്ലൈഡ് ഫോഴ്സ് ആണ് അല്ലേ. അപ്പോൾ വെയിറ്റ് നമ്മളിവിടെ ഈ ചിത്രം പ്രകാരം ഇവിടെ ഒരു വെയിറ്റ് വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം അവിടെ ഫോഴ്സായി ആക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ആണെങ്കിലും എന്ത് ഫോഴ്സ് ആണെങ്കിലും നമുക്ക് അറിയുന്നൊരു എമൗണ്ട് ഓഫ് ഫോഴ്സ് ആണ്. അപ്പം ഈ രണ്ടാമത്തെ വലിയ സിലിണ്ടറിൽ വലിയ പിസ്റ്റണിൽ അതിന് എന്ത് എഫക്റ്റ് ആണ് ഉണ്ടാകുന്നത് നോക്കാം. അപ്പം നമുക്ക് കണ്ടുപിടിക്കാം. F2 is equal to F1 multiplied by A2 divided by A1. അപ്പം F1 നമ്മൾ ചെറിയൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തു. A2 എന്ന് പറയുന്നത് വലിയൊരു ഏരിയ ആണ്. A1 എന്ന് പറയുന്നത് ചെറിയ ഏരിയ ആണ്. അപ്പം നമുക്ക് തീർച്ചയായും പറയാൻ പറ്റും F2 is greater than F1 അല്ലേ. അപ്പം F2 is greater than F1 എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് ആ ഫോഴ്സിനെ വലിയൊരു ഫോഴ്സ് ആക്കി മാറ്റുകയാണ് പാസ്കൽസ് ലോ അപ്ലൈ ചെയ്തിട്ട്. അപ്പം ആ പാസ്കൽസ് ലോൻ്റെ ഒരു കോൺസിക്വൻസ് ആണെന്ന് പറയാം. നമുക്ക് റിയൽ ലൈഫിലുള്ള യൂസുള്ള പല ഇൻസ്ട്രുമെൻസും നമ്മുടെ പാസ്കൽസ് ലോ ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്, എസ്പെഷ്യലി നമ്മുടെ ഹൈഡ്രോളിക് മെഷീൻസ്. അപ്പം F2 is greater than F1 എന്ന് പറയുമ്പോൾ നമുക്ക് വലിയൊരു ഞാൻ ആദ്യം പറഞ്ഞ പോലെ കാറ് പോക്കുന്ന ജാക്കൊക്കെ അങ്ങനെയുള്ളൊരു ഡിവൈസാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ചെറിയൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് വലിയൊരു ഫോഴ്സ് ആക്കി മാറ്റണം. അപ്പോൾ ഹെവി ലോഡൊക്കെ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഒരു ലിവർ വെച്ചിട്ട് നമ്മൾ പിസ്റ്റൺ ഇവിടെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴേക്ക് വലിയ സിലിണ്ടർ പൊന്തുകയാണ് അല്ലേ. പൊന്തുകയാണെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ വെയിറ്റ് കൊടുക്കുകയാണ് അല്ലെങ്കിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ ആ ഫോഴ്സ് വലിയ ഫോഴ്സായിട്ട് ഇവിടെ മാഗ്നിഫൈ ചെയ്യാണ്. അപ്പോൾ നമുക്കതിന് പറയാം, ഹൈഡ്രോളിക് മെഷീൻസിന് നമുക്ക് ഫോഴ്സ് മൾട്ടിപ്ലയർ ആണെന്ന് പറയാൻ പറ്റും. അപ്പം ഹൈഡ്രോളിക് പ്രസ്, ഹൈഡ്രോളിക് ജാക്ക് എന്നൊക്കെയുള്ള ഡിവൈസുകൾ ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇത് ഹൈഡ്രോളിക് പ്രസ്. അപ്പം നമ്മുടെ കോട്ടൺ ബെഡുകൾ അല്ലെങ്കിൽ ബുക്ക് നമ്മൾക്കൊക്കെ പുതിയ ബുക്കായിട്ട് കിട്ടുമ്പോൾ നമുക്കറിയാം നല്ല കംപ്രസ്ഡ് സ്റ്റേറ്റ് ആയിരിക്കും അല്ലേ നോട്ട്സ്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുമ്പോഴാണ് പിന്നെ അത് കുറച്ച് എന്താ പറയുക, അതിൻ്റെ ഇടയിൽ എയർ ഗ്യാപ്പൊക്കെ വന്ന് കുറച്ച് ബൾക്കിയായിട്ട് തോന്നാം. പക്ഷെ നമ്മൾ പുതിയൊരു ബുക്ക് വാങ്ങിക്കുമ്പോൾ നമുക്കറിയാം എന്താണ്, നല്ലൊരു കംപ്രസ്ഡ് സ്റ്റേറ്റിലാണ്. അപ്പോൾ അതൊക്കെ ഹൈഡ്രോളിക് പ്രസ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. അതേപോലെ ഓയിൽ, നമ്മുടെ സീഡ്സിൽ നിന്ന് ഓയിൽ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈഡ്രോളിക് പ്രസ് യൂസ് ചെയ്യും. അപ്പോൾ അവിടെയൊക്കെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ സെയിം ഹൈഡ്രോളിക് മെഷീൻസിൻ്റെ അല്ലെങ്കിൽ പാസ്കൽസ് ലോൻ്റെ ആപ്ലിക്കേഷനാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെറിയൊരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ മറ്റൊരു എൻഡിലേക്ക് അത് വലിയൊരു ഫോഴ്സായി മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതേപോലെ ഹൈഡ്രോളിക് ബ്രേക്കുകൾ, നമ്മുടെ ബ്രേക്ക് ഇത് അവിടെ കാണാൻ നിങ്ങൾക്ക് ഫുഡ് പെഡൽ അപ്ലൈ ചെയ്യുമ്പോൾ പെഡലിൽ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ പറ്റുന്നത്, ഇവിടെ ഫോഴ്സ് അതിലേക്ക് നമ്മൾ ചെറിയൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തത് വീലിലേക്ക് വലിയൊരു ഫോഴ്സായി മാറുകയാണ്. ഇവിടെയും നമ്മൾ പാസ്കൽസ് ലോൻ്റെ ആപ്ലിക്കേഷൻ തന്നെ ആണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ പാസ്കൽസ് ലോന്ന് പഠിക്കാനുള്ളത്. ഇതിൻ്റെ ന്യൂമറിക്കൽ ഞാൻ അടുത്ത കൺസെപ്റ്റ് കൂടി പഠിച്ചിട്ട് ഞാൻ ന്യൂമറിക്കലി എക്സ്പ്ലെയിൻ ചെയ്യും. ഇനി നമ്മൾ പഠിക്കേണ്ടത് ബെർണോളിസ് പ്രിൻസിപ്പിളാണ്. ഇപ്പം ബെർണോളിസ് പ്രിൻസിപ്പിൾ എന്നുള്ളത് ഫ്ലൂയിഡ് അണ്ടർ മോഷനിലാണ് വരുന്നത്. നമ്മൾ പറഞ്ഞു മറ്റേ പാസ്കൽസ് ലോ ആവുമ്പോഴേക്ക് നമ്മൾ ഫ്ലൂയിഡ് അറ്റ് റെസ്റ്റ് ആണ്, ഫ്ലൂയിഡ് ഒരു കൺഫൈൻഡ് ലിക്വിഡ് ആയിരിക്കുന്ന കേസിലാണ് നമ്മൾ പാസ്കൽസ് ലോ അപ്ലൈ ചെയ്യുന്നത്. പക്ഷേ ബെർണോളിസ് പ്രിൻസിപ്പിൾ വരുന്നത് ഫ്ലൂയിഡ് ഇൻ മോഷൻ. അപ്പോൾ നമ്മളതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചിരിക്കണം, പിന്നെ അതിൻ്റെ ഒരു കുഞ്ഞു പ്രൂഫും ഉണ്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ആ പ്രൂഫ് നമുക്ക് ലോങ് ആൻസർ ക്വസ്റ്റ്യൻ ആയിട്ട് ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം ബെർണോളിസ് പ്രിൻസിപ്പിളിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ദ സം ഓഫ് pressure energy, kinetic energy and potential energy per unit mass is always a constant for an ideal fluid having streamline flow.
So Bernoulli's principle states that sum of pressure energy, kinetic energy and potential energy per unit mass is always a constant for an ideal fluid having streamline flow. അപ്പം നിങ്ങൾ വിചാരിക്കേണ്ടാവും ഈ പറയുന്ന എനർജിയൊക്കെ എന്താണെന്നുള്ളത്. അപ്പം ഇത് നമ്മുടെ റെഡ്യൂസ്ഡ് സിലബസിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണെന്ന് പറയാം. ഇതെല്ലാം ഒരുപാട് ഡിസ്കസ് ചെയ്യേണ്ട ഒരു കൺസെപ്റ്റാണ്. പക്ഷേ നമുക്ക് വളരെ കുറച്ച് സമയം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ, 1 മാസം മാത്രമേ ഉള്ളൂ ഇനി എക്സാമിന് വേണ്ടിയിട്ട്. അപ്പം ഞാൻ അധികം ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, നമുക്ക് ഫോക്കസ് ഏരിയ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാം തൽക്കാലം. അപ്പോൾ ഇതിൻ്റെ മാത്തമാറ്റിക്കൽ ഫോർമുലേഷൻ എന്താണെന്ന് വെച്ചാൽ P/ρ പ്ലസ് ഹാഫ് V സ്ക്വയർ പ്ലസ് GH is equal to a constant. ഞാൻ പറയാം, ഇതിൻ്റെയൊക്കെ പ്രൂഫ് പറയുമ്പോൾ ഞാൻ ഓരോ ടേമും ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, അപ്പം എന്തായിരുന്നു സ്റ്റേറ്റ്മെൻറ്റ്? സം ഓഫ് പ്രഷർ എനർജി, അതാണ് ഈ ടേം. ഏത്? P/ρ. കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് മാസ്, അതായത് ഇതിൻ്റെ ഈ എനർജിയൊക്കെ പെർ യൂണിറ്റ് മാസ് ചെയ്ത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണാം, ഇതിലൊന്നും മാസ് എന്നുള്ള ടേം വരുന്നില്ല, ഈ ടേം ഞാനിവിടെ എഴുതിയ ഇക്വേഷനിൽ അല്ലേ. അപ്പം കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി അത് നിങ്ങൾക്കറിയാം. പക്ഷേ ഈ പ്രഷർ എനർജിയാണ് നിങ്ങൾക്ക് പുതിയതായിട്ടുള്ളൊരു ടേം വരുന്നത്. അപ്പം പ്രഷർ എനർജി എന്ന് പറഞ്ഞാൽ വേഗത്തിലൊന്ന് പറഞ്ഞുവിടാം. എനർജി പൊസസ്ഡ് ബൈ എ ലിക്വിഡ് ബൈ വെർച്യൂ ഓഫ് ഇറ്റ്സ് പ്രഷർ ഈസ് കോൾഡ് ആസ് പ്രഷർ എനർജി. ഓക്കെ, അപ്പം പ്രഷർ എനർജി പെർ യൂണിറ്റ് മാസ് ആണ് എന്ത്? P/ρ. ഓക്കെ, ഹാഫ് V സ്ക്വയർ GH അതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു കോൺസ്റ്റൻ്റ് ആണെന്നുള്ളതാണ്. അപ്പം അവിടെ യൂസ് ചെയ്തൊരു വേറൊരു വേർഡാണ് സ്ട്രീം ലൈൻ ഫ്ലോ എന്നുള്ളത്. നിങ്ങൾക്ക് അറിയാത്തൊരു ടേമാണ്. അപ്പം സ്ട്രീം ലൈൻ ഫ്ലോ എന്താണെന്ന് വെച്ചാൽ when the flow of the fluid is such that the velocity of every particle at any point of the fluid is constant, then the flow is said to be streamlined. എന്നുവെച്ചാൽ ഒരു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്ന കൺസിഡർ ചെയ്യുമ്പം അതിലെ ഈച്ച് ആൻഡ് എവറി പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ, ത്രൂ ഔട്ട് ദ ഫ്ലോ അതിൻ്റെ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ആ ടൈപ്പ് ഓഫ് ഫ്ലോയിനെയാണ് എന്ത് പറയുക? സ്ട്രീം ലൈൻഡ് ഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലാക്കുക, ബെർണോളിസ് പ്രിൻസിപ്പിൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ആ ഫ്ലൂയിഡിൻ്റെ മോഷൻ സ്ട്രീം ലൈൻ ആണെങ്കിൽ മാത്രമാണ്. അതായത് ത്രൂ ഔട്ട് ദ മോഷൻ വെലോസിറ്റി റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, എന്നോട് പറയാം, when the flow of the fluid is such that the velocity of every particle at any point of the fluid is constant, then the flow is said to be streamlined. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കുക. ബെർണോളിസ് പ്രിൻസിപ്പിളിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കുക. ഇനി അതിൻ്റെ ഒരു കുഞ്ഞു പ്രൂഫുണ്ട്. പ്രൂഫ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ വളരെ കുറച്ച് മാത്രമേ ഈ ചാപ്റ്ററിൽ നിന്ന് തന്നിട്ടുള്ളൂ. അപ്പം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൂഫാണ് എന്ത്? ബെർണോളിസ് തിയറത്തിൻ്റെ പ്രൂഫ്. ഓക്കെ, അപ്പം നമുക്കിവിടെ ഒരു ട്യൂബിനകത്തേ കൂടെ വെള്ളം പോകുന്നതായിട്ട് കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ ഫ്ലൂയിഡ്, ജസ്റ്റ് ഫ്ലൂയിഡ് ഫ്ലോ എന്നിട്ട് ഫ്ലൂയിഡ് തന്നെ യൂസ് ചെയ്യാം നമുക്ക് വേർഡ്. അപ്പം ഒരു നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് കാണാം വലിയൊരു ഓപ്പണിംഗ് ആണ്, എൻഡിങ്ങിൽ എന്താണ്? ചെറിയ ഓപ്പണിംഗ് ആണ് അല്ലേ. നമുക്ക് റിയൽ ലൈഫിൽ ഇങ്ങനത്തെ പല സിറ്റുവേഷൻസും നമുക്കുണ്ട്. അപ്പം ഫസ്റ്റ് നമ്മൾ ആ എൻ്റർ ചെയ്യുന്ന സ്ഥലത്തേക്ക് നമ്മൾ എപ്പോഴും എടുക്കണം ഐഡിയൽ ഫ്ലൂയിഡായിട്ട് എടുക്കണം. നമ്മൾ ഡിറൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് പറയണം? കൺസിഡർ എൻ ഐഡിയൽ ഫ്ലൂയിഡ് ഹാവിങ് സ്ട്രീം ലൈൻ ഫ്ലോ ത്രൂ എ പൈപ്പ് ഓഫ് വാരിയിങ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഓക്കെ, രണ്ടിൻ്റെയും ഓപ്പണിംഗ് ഒന്ന് വലുതും ഒന്ന് ചെറുതുമാണ്. അപ്പോൾ അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അപ്പം 2 പോയിൻ്റാണ് ഇവിടെ എടുത്തിരിക്കുന്നത്, എയും ബിയും. അപ്പോൾ അതിൻ്റെ പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണ്? P1, A1, പിന്നെ അത് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് H1 ഹൈറ്റിലാണ് ഫസ്റ്റ് ഓപ്പണിംഗ് ഉള്ളത്, രണ്ടാമത്തത് H2 ഹൈറ്റിലാണ്. അപ്പം അവിടെയുള്ള പ്രഷർ എത്രയാണ്? P2, അവിടുത്തെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A2. അപ്പോൾ ഈ വരുന്ന വെലോസിറ്റി എത്രയാണ്? V2 ആണ്. ഓക്കെ, അപ്പം നമ്മൾ സൈഡ് എ അല്ലെങ്കിൽ പോയിന്റ് എ എടുത്തു കഴിഞ്ഞാൽ ഫോഴ്സ് ഓൺ ദ ഫ്ലൂയിഡ് അറ്റ് എ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? P1 × A1 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ഡിറൈവ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ അതിൻ്റെ എന്താണ് എഴുതുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് പറയണം. അപ്പം നമുക്ക് എന്താ എഴുതാൻ പറ്റുന്നത്? ഫോഴ്സ് ഓൺ ഫ്ലൂയിഡ് അറ്റ് പോയിന്റ് എ is equal to, നമുക്കറിയാം പ്രഷർ എന്നുള്ളത് എന്താണ്? ഫോഴ്സ് ബൈ ഏരിയ ആണ്. അപ്പം ഫോഴ്സ് എന്നുള്ളത് പ്രഷർ ഇൻറ്റു ഏരിയ ആണ്. അപ്പോൾ നമുക്ക് P1 A1 എന്ന് എഴുതാം. ഇവിടെ സ്മോൾ A1 എന്നുള്ളതാണ് എന്ത്? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എടുത്തിരിക്കുന്നത്. അതേപോലെ
അടുത്തൊരു ടേം നമ്മൾ എഴുതാൻ പോകണം എന്താണെന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ഫ്ലൂയിഡ് ഇൻ 1 സെക്കൻഡ്. ഓക്കെ, ഇതെല്ലാം നമ്മൾ എ എന്നുള്ള പോയിന്റിലാണ്. ഡിസ്റ്റൻസ് ട്രാവൽഡ്, ഈ ഡെറിവേഷൻ അങ്ങനെ തന്നെ പഠിക്കുക. ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ഫ്ലൂയിഡ് ഇൻ 1 സെക്കൻഡ്. ഇത് എവിടെയാണ്? എ പോയിന്റിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഡിസ്റ്റൻസ്, വെലോസിറ്റി പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് വെലോസിറ്റി ഇൻറ്റു ടൈം ആണ്. അപ്പോൾ v1 ഇൻറ്റു ടൈം എത്രയാണ് എടുത്തത്? 1 സെക്കൻഡ് ആണ്. അപ്പോൾ v1 ഇൻറ്റു 1 ദാറ്റ് ഈസ് ഈക്വൽ ടു v1. ഓക്കെ, ഇനി നമുക്ക് വർക്ക് ഡൺ കണ്ടുപിടിക്കാം. വർക്ക് ഡൺ പെർ സെക്കൻഡ്. വർക്ക് ഡൺ പെർ സെക്കൻഡ് അറ്റ് എ. വർക്ക് ഡൺ എന്താണ്? വർക്ക് ഡൺ എന്നുള്ളത് നമുക്കറിയാം, നമ്മൾ ആദ്യത്തെ ചാപ്റ്ററുകളിൽ പഠിച്ചാണ്. വർക്ക് ഡൺ എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ? അപ്പം ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്, ഫോഴ്സ് എത്രയാണ്? P1A1. ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ ഡിസ്റ്റൻസ് എത്രയാണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്? V1 എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം അവിടെ ഉള്ളത് എന്താണ്? വർക്ക് ഡൺ പെർ സെക്കൻഡ് അറ്റ് എ, P1A1 V1 എന്ന് കണ്ടുപിടിച്ചു. അതേപോലെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? വർക്ക് ഡൺ പെർ സെക്കൻഡ് അറ്റ് ബി. ഇതേ ഐഡിയ വെച്ച് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? P2A2 V2. അതായത് മറ്റേ എൻഡിലുള്ള വർക്ക് ഡൺ ബൈ ദ ഫ്ലൂയിഡ് പെർ സെക്കൻഡ് അറ്റ് ദ പോയിന്റ് ബി. അപ്പം രണ്ട് വർക്കുകളുണ്ട്. അപ്പം നമുക്ക് എന്ത് എഴുതാൻ പറ്റും? നെറ്റ് വർക്ക് ഡൺ, ടോട്ടൽ വർക്ക് ഡൺ. നെറ്റ് വർക്ക് ഡൺ ഓൺ ദ ഫ്ലൂയിഡ്, അപ്പോൾ ഇതെന്തുകൊണ്ടാണ്? ഇവിടെ നമുക്ക് പ്രഷർ ഡിഫറൻസ് ഉണ്ട് അല്ലേ? അപ്പം നെറ്റ് വർക്ക് ഡൺ ഓൺ ദ ഫ്ലൂയിഡ് ബൈ പ്രഷർ എനർജി, is equal to എന്താണ്? P1A1 V1 മൈനസ് P2A2 V2. ഇനി നമ്മൾ ഇപ്പോൾ പഠിക്കാത്തൊരു കാര്യമുണ്ട്, പക്ഷെ അത് നമുക്കിവിടെ അപ്ലൈ ചെയ്യണം. നമ്മൾ ഇത് ഡെറിവേഷൻ വേണമെങ്കിൽ ആ കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞേ മതിയാവൂ. അതാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയും. അപ്പം നമുക്ക് എഴുതാം A1 V1 is equal to A2 V2 is equal to m divided by rho. അപ്പോൾ നിങ്ങൾ എന്താ എഴുതാൻ പോണത്? ബൈ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. ഓക്കെ, ഞാൻ ഇവിടെ എഴുതാം ബ്രാക്കറ്റിൽ യൂസിങ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. ഓക്കെ, അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങൾ അധികം തലമുണ്ടാക്കണ്ട. ഇപ്പോൾ തൽക്കാലം നമ്മൾ ഹയർ സ്റ്റഡീസിനൊക്കെ ഇത് നമ്മൾ എൻട്രൻസിനൊക്കെ പഠിക്കുമ്പോൾ തീർച്ചയായും പഠിച്ചിരിക്കേണ്ടതാണ്. ഇവിടെ ഫോക്കസ് ഏരിയയിൽ അത് ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞാൽ എൻട്രൻസിനൊന്നും അത് ക്യാൻസൽ ചെയ്യില്ല എന്ന് ഓർമ്മിക്കുക. കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പഠിക്കണം. തൽക്കാലം നമുക്കതൊന്ന് ഈ ഒരു മാസത്തേക്ക് നമുക്ക് മാറ്റി വെക്കാം, പിന്നെ നമ്മൾ പഠിക്കാം. ഞാൻ അത് സെപ്പറേറ്റ് ഫുൾ ചാപ്റ്റർ ഞാൻ ക്ലാസ് ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. A1 V1 is equal to A2 V2 is equal to m by rho. അപ്പം നമ്മൾ ഇവിടെ എഴുതി വെച്ച എന്താണ്? വർക്ക് ഡൺ ഓൺ ദ ഫ്ലൂയിഡ് ബൈ ദ പ്രഷർ എനർജി. എന്തെഴുതാൻ പറ്റും? W is equal to P1A1 V1 മൈനസ് P2A2 V2 ആണ്. അപ്പോൾ A1 V1 is equal to A2 V2 is equal to m by rho ആണ്. അപ്പം നമുക്ക് എന്ത് എഴുതാൻ പറ്റും? P1 into m by rho മൈനസ് P2 into m by rho. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ചാൽ ഇത് പ്രഷർ എനർജി കൊണ്ടുള്ള വർക്ക് ഡൺ ആണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ നമ്മൾ പൊട്ടൻഷ്യൽ എനർജീനെ കൺസിഡർ ചെയ്യും. നമ്മൾ കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജിയും പ്രഷർ എനർജിയുടെ സം ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ? അപ്പം ഇവിടെ പ്രഷർ എനർജീൻ്റെ ടേമായി. ഇനി നമുക്ക് എന്ത് വേണം? പൊട്ടൻഷ്യൽ എനർജീൻ്റെ ടേം വേണം. അപ്പോൾ അതെന്ത് എഴുതാൻ പോകും? നമ്മൾ ഇൻക്രീസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി ദാറ്റ് ഈസ് ഈക്വൽ ടു, പൊട്ടൻഷ്യൽ എനർജിൻ്റെ ഇക്വേഷൻ എല്ലാവർക്കും അറിയാം അല്ലേ? mgh2 മൈനസ് mgh1. ഇനി അതേപോലെ ഇൻക്രീസ് ഇൻ കൈനറ്റിക് എനർജി, ഇൻക്രീസ് ഇൻ കൈനറ്റിക് എനർജി ഓഫ് ദ ഫ്ലൂയിഡ് ഇസ് ഈക്വൽ ടു, അതായത് കൈനറ്റിക് എനർജി അറ്റ് ബി മൈനസ് കൈനറ്റിക് എനർജി അറ്റ് എ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഹാഫ് എം v2 സ്ക്വയർ മൈനസ് ഹാഫ് എം v1 സ്ക്വയർ. എന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത്?
V2 is greater than V1. എന്തുകൊണ്ടാ? നമ്മുടെ ആ ചെറിയ ഏരിയ ആകുമ്പം നമുക്കറിയാം ചെറിയ ഓപ്പണിങ്ങിൽ കൂടെ നല്ല സ്പീഡിലാണ് വെള്ളമൊക്കെ വരിക അല്ലേ? അപ്പം ആ A2 എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ഇവിടെ എഴുതാം? സിൻസ് A1 ഈസ് ഗ്രേറ്റർ ദാൻ A2. ഓക്കെ, അപ്പം ഇൻക്രീസ് ഇൻ കൈനറ്റിക് എനർജിയും ഇൻക്രീസ് ഇൻ പൊട്ടൻഷ്യൽ എനർജിയും കിട്ടിയിരിക്കുന്നുണ്ട്. ഇനി നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോണത് വർക്ക് എനർജി തിയറം. വർക്ക് എനർജി തിയറം എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ദ ചേഞ്ച് ഇൻ എനർജി അല്ലേ? അങ്ങനെയാണ് നമ്മൾ വർക്ക് എനർജി തിയറം പഠിച്ചിരിക്കുന്നത്. അത് ഫ്ലൂയിഡിലും അപ്ലിക്കബിൾ ആണ്. ഓക്കെ, അപ്പോൾ വർക്ക് ഡൺ ബൈ ദ പ്രഷർ എനർജി വിൽ ബി ഈക്വൽ ടു ദ ടോട്ടൽ ഇൻക്രീസ് ഇൻ എനർജി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? P1m divided by rho, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച പ്രഷർ എനർജി P2m divided by rho is equal to change in energy. ചേഞ്ച് ഇൻ എനർജി എന്ന് വെച്ചാൽ ഇവിടെ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയും ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എടുക്കണം. അപ്പം mgh2 മൈനസ് mgh1 പ്ലസ് ഹാഫ് എം V2 സ്ക്വയർ മൈനസ് ഹാഫ് എം V1 സ്ക്വയർ. അപ്പം ഇവിടെ എല്ലാത്തിലും നമുക്ക് എം എന്നുള്ളൊരു ടേം കാണാം. അപ്പോൾ അതിനെ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ P1 ബൈ റോ മൈനസ് P2 ബൈ റോ is equal to GH2 minus GH1 plus half V2 square minus half V1 square എന്ന് കിട്ടും. ഇനി നമുക്ക് ഈ 1 എന്നുള്ള എല്ലാ 1 ടേംസ് ഒന്നിച്ച് എടുക്കാം, 2 എന്നുള്ള ടേംസ് ഒക്കെ ഒന്നിച്ചാക്കാം. ഓക്കെ, അപ്പം P1 ബൈ റോ പ്ലസ് GH1, ഈ മൈനസ് GH1 ഇപ്പുറത്തെ സൈഡിലേക്ക് എടുത്തു. അതേപോലെ ഹാഫ് V1 സ്ക്വയർ മൈനസ് എന്നുള്ളതിനെ ലെഫ്റ്റിലേക്ക് എടുത്താൽ പ്ലസ് ഹാഫ് V1 സ്ക്വയർ ഇസ് ഈക്വൽ ടു ഈ മൈനസ് P2 ബൈ റോ എന്നുള്ളത് അപ്പുറത്തേക്ക് എടുത്താൽ P2 ബൈ റോ പ്ലസ് ഈ GH2 അവിടെ ഓൾറെഡി ഉണ്ട്, GH2, പിന്നെ എന്താ ഉള്ളത്? പ്ലസ് ഹാഫ് V2 സ്ക്വയർ. അതായത് P1 ബൈ റോ പ്ലസ് GH1 പ്ലസ് ഹാഫ് V1 സ്ക്വയർ ഇസ് ഈക്വൽ ടു P2 ബൈ റോ പ്ലസ് GH2 പ്ലസ് ഹാഫ് V2 സ്ക്വയർ. അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഈ P ബൈ റോ പ്ലസ് GH പ്ലസ് ഹാഫ് V സ്ക്വയർ ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. അപ്പം നമ്മൾ ബെർണോളിസ് തിയറം ഇപ്പോൾ ഇവിടെ പ്രൂവ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ബെർണോളിസ് തിയറത്തിൻ്റെ കുറച്ച് ആപ്ലിക്കേഷൻസ് നോക്കാം. അതിൽ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നൊന്നുമില്ല, ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റുന്ന എക്സാമ്പിൾസ് നമ്മുടെ ബെൻസൺ ബർണർ, നമ്മുടെ കെമിസ്ട്രി ലാബിൽ യൂസ് ചെയ്യുന്ന ബെൻസൺ ബർണർ വർക്ക് ചെയ്യുന്നത് ബെർണോളിസ് പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ്. അതേപോലെ ലിഫ്റ്റ് ഓഫ് എൻ എയർ ഫോയിൽ ബെർണോളിസ് പ്രിൻസിപ്പിളാണ്. അതേപോലെ നമ്മുടെ ബോൾ എറിയുമ്പോൾ സ്പിൻ ചെയ്യുന്നില്ലേ, നമ്മുടെ ക്രിക്കറ്റ് സ്പിന്നേഴ്സൊക്കെ ചെയ്യുന്ന, അപ്പം അത് സ്പിൻ ചെയ്യുന്നത് മാഗ്നസ് ഇഫക്റ്റ് ആണ്, പക്ഷെ അത് ആപ്ലിക്കേഷൻ ഓഫ് ബെർണോളിസ് പ്രിൻസിപ്പിളാണ്. അതേപോലെ സ്പ്രേയിങ് ബോട്ടിൽസ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതേപോലെ പിങ് പോങ് ബോൾസ്, ഇതൊക്കെ നമുക്ക് ബെർണോളിസ് പ്രിൻസിപ്പിളിൻ്റെ ആപ്ലിക്കേഷനായിട്ട് പറയാം. ഓക്കെ, ഇനി നമുക്ക് ഒട്ടും ഡിലേ ചെയ്യേണ്ട, നമ്മുടെ ന്യൂമറിക്കൽ എന്നുള്ള ഒരു സെക്ഷനിലേക്ക് കടക്കാം. ക്ലാസ് കുറച്ച് ലോങ് ആവുമെങ്കിലും പക്ഷേ ഒറ്റ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് ഫുള്ള് കിട്ടുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഒന്നിച്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ച് പഠിക്കുക. ഒറ്റ ചാപ്റ്റർ ഒറ്റ ഇരിപ്പിൽ നമുക്ക് 1 മണിക്കൂറിൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പം 2 syringes of different cross sections without needles filled with water are connected with tightly fitted rubber tube filled with water. Diameters of smaller piston and larger piston are 1 cm and 3 cm respectively. Find the force exerted on the larger piston when a force of 10 Newton is applied to the smaller piston. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് എന്ത്? ഇഫ് ദ സ്മോളർ പിസ്റ്റൺ ഇസ് പുഷ് ത്രൂ 6 സെൻറ്റിമീറ്റേഴ്സ് ഹൗ മച്ച് ഡസ് ദ ലാർജർ പിസ്റ്റൺ മൂവ് ഔട്ട്? അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുക? 2 syringes of different cross sections without needles filled with water are connected with a tightly fitted rubber tube filled with water. Diameters of the smaller piston and larger piston are 1 cm and 3 cm respectively. അപ്പോൾ നമ്മളിവിടെ ഇത് പാസ്കൽസ് ലോൻ്റെ ആപ്ലിക്കേഷൻ ആണ്. അപ്പം സ്മോളർ പിസ്റ്റൻ്റെ ഡയമീറ്റർ ആണ് തന്നിരിക്കുന്നത്. എന്ത്? നമുക്ക് D1 എഴുതാം അല്ലേ? D1 is equal to 1 cm. അപ്പം R1 is equal to എന്താണ്? R1 എന്താണ്? 1/2 cm ആണ്.
1/2 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1/2 ഇൻറ്റു 10 പവർ മൈനസ് 2 മീറ്റർ. അതേപോലെ D2 എന്താണ് തന്നിരിക്കുന്നത്? 3 സെൻറ്റിമീറ്റർ. അപ്പം റേഡിയസ് എത്ര വരും? R2 ഇസ് ഈക്വൽ ടു 3/2 ഇൻറ്റു 10⁻⁻² മീറ്റർ. അപ്പോൾ എന്തിനാണ് ഈ R1 R2 തന്നിരിക്കുന്നത്? നമുക്കറിയാം പാസ്കൽസ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് F1/A1 ഇസ് ഈക്വൽ ടു F2/A2 ആണ് അല്ലേ? അപ്പം സ്മോളർ പിസ്റ്റണിൽ എന്താണ് ഫൈൻഡ് ദ ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ ദ ലാർജർ പിസ്റ്റൺ വെൻ എ ഫോഴ്സ് ഓഫ് 10 ന്യൂട്ടൺ ഈസ് അപ്ലൈഡ് ടു ദ സ്മോളർ പിസ്റ്റൺ. അപ്പോൾ നമ്മുടെ സ്മോളർ പിസ്റ്റണിൻ്റെ റേഡിയസ് എത്രയാണ് എടുത്തിരിക്കുന്നത്? R1 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ F1 എന്ന് എടുക്കാം. F1 ഇസ് ഈക്വൽ ടു 10 ന്യൂട്ടൺ. നമ്മൾ പാസ്കൽസ് ലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ലാർജർ പിസ്റ്റണിലുള്ള അപ്ലൈ ആവുന്ന ഫോഴ്സ് എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കും? നമ്മുടെ പാസ്കൽസ് ലോ പ്രകാരം F1/A1 ഇസ് ഈക്വൽ ടു F2/A2. അപ്പോൾ ഇവിടെ ഏരിയ തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? F1/πr1² ഇസ് ഈക്വൽ ടു F2/πr2². നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? F2 ഇസ് ഈക്വൽ ടു F1 ഇൻറ്റു πr2² ഡിവൈഡഡ് ബൈ πr1². അപ്പോൾ എന്ത് കിട്ടും? F1 മൾട്ടിപ്ലൈഡ് ബൈ പൈ ക്യാൻസൽ ആവും, R2² അപ്പോൾ നമുക്കിനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. F1 എത്രയാണ്? 10 മൾട്ടിപ്ലൈഡ് ബൈ R2 എന്ന് വെച്ചാൽ 3/2² അല്ലെങ്കിൽ നമുക്ക് മീറ്ററിൽ കൺവേർട്ട് ചെയ്ത് തന്നെ എഴുതാം. 3/2 ഇൻറ്റു 10⁻²² ഡിവൈഡഡ് ബൈ 1/2 ഇൻറ്റു 10⁻². അതായത് 10 അവിടെ ഉണ്ട്. ഇത് ഈസിയാണ് കാൽക്കുലേഷൻ. 10⁻²ഉം അടിയിലും ഉണ്ട്, അത് കാരണം അത് ക്യാൻസൽ ആവും. അതേപോലെ 3/2ഉം 1/2ഉം സ്ക്വയർ ആണ് അല്ലേ? അപ്പോൾ ഈ 1/2² എന്നുള്ളത് ക്യാൻസൽ ആവും ന്യൂമറേറ്ററിൽ നിന്നും ഡിനോമിനേറ്ററിൽ നിന്നും. അതേപോലെ ഇവിടെ എന്ത് വരും? 3² മാത്രമേ വരുള്ളൂ. അപ്പോൾ എത്ര വരും? 9. അപ്പോൾ നമുക്ക് കിട്ടും 90 ന്യൂട്ടൺ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഇഫ് ദ സ്മോളർ പിസ്റ്റൺ ഈസ് pushed in through 6 centimeter, how much does the larger piston move out? Smaller piston 6 centimeter push ചെയ്താൽ നമുക്കറിയാം അപ്പുറത്തെ സൈഡിലുള്ള പിസ്റ്റണും ലെങ്ത് വൈസ് നമ്മൾ അതേ 6 centimeter തന്നെ മൂവ് ചെയ്യും അല്ലേ? അപ്പം ഹൗ മച്ച് ഡസ് ദ ലാർജർ പിസ്റ്റൺ മൂവ് ഔട്ട്? അപ്പം പിസ്റ്റൺ മൂവ് ചെയ്യുന്ന അതിൽ കൊടുത്തിരിക്കുന്ന ഫോഴ്സ് എന്താണ്? ഒന്നിലുള്ള ഫോഴ്സ് ഡിഫറെൻ്റ് ആണ് അല്ലേ? അപ്പം നമുക്കിവിടെ എന്താണ്, ഏത് ക്വാണ്ടിറ്റിയാണ് ചേഞ്ച് ആവാതിരിക്കുക? നമ്മുടെ ഇതിനകത്ത് വാട്ടർ ആണുള്ളത്. അപ്പം വാട്ടർ എന്നുള്ളത് പെർഫെക്റ്റ്ലി ഇൻകംപ്രസിബിൾ ലിക്വിഡാണ്. പെർഫെക്റ്റ്ലി ഇൻകംപ്രസിബിൾ ലിക്വിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഇതിനകത്തെ കൂടെ മൂവ് ചെയ്യുന്ന വാട്ടറിൻ്റെ വോള്യത്തിൽ ചേഞ്ച് ആവുന്നില്ല. അപ്പോൾ ഒരു സൈഡിൽ കൂടെ എൻ്റർ ചെയ്യുമ്പം അതിൽ ഒരു ലെങ്ത്, പർട്ടിക്കുലർ ലെങ്ത് 6 centimeter പുഷ് ആയാൽ അപ്പുറത്തെ സൈഡിലുള്ള ഏരിയ കണക്കായിട്ട് അതിൻ്റെ എത്ര സെൻറ്റിമീറ്റർ അപ്പുറത്തെ സൈഡിൽ പുഷ് ആവും എന്നുള്ളത് ചേഞ്ച് ആവും. പക്ഷെ അവിടെ വോള്യം റിമെയിൻസ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പം നമുക്ക് പറയാം L1 സെൻറ്റിമീറ്റർ ആണ് ഏരിയ A1 സൈഡിലേക്ക് പുഷ് ചെയ്തതെങ്കിൽ L1A1 എന്ത്? അവിടെ മൂവ് ചെയ്ത വാട്ടറിൻ്റെ വോള്യം. അതേ വോള്യം ആയിരിക്കും അപ്പുറത്തെ സൈഡിൽ മൂവ് ചെയ്യുക. അപ്പം L2A2 അവിടെ ഏരിയ ഡിഫറെൻ്റ് ആണ്, അത് കാരണം L2A2 രണ്ടും സെയിം ഏരിയ ആണെങ്കിൽ സെയിം ഡിസ്റ്റൻസിൽ പുഷ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? L2 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ L2 ഇസ് ഈക്വൽ ടു L1A1/A2. L1 എത്രയാണ് തന്നിരിക്കുന്നത്? 6 centimeter ആണ് തന്നിരിക്കുന്നത് അല്ലേ? അപ്പം A1 എന്താണ്? πr² ആണ്. അപ്പം L1 ഇൻറ്റു πr1² ഡിവൈഡഡ് ബൈ πr2². അപ്പോൾ പൈ ഇവിടെയും ക്യാൻസൽ ആവും. അപ്പോൾ കാൽക്കുലേഷനൊക്കെ ഈസി ആയിരിക്കും. L1 6 centimeter ആണ്. 6 ഇൻറ്റു 10⁻⁻² മീറ്റർ മൾട്ടിപ്ലൈഡ് ബൈ R1². R1 എത്രയാണ്? നേരത്തെ മാറിപ്പോയത്. R1 1/2² 1/2 ഇൻറ്റു 10⁻⁻² ഇൻറ്റു 10⁻⁻² ഡിവൈഡഡ് ബൈ A2 πr2². R2 എത്രയാണ്? 3/2 ഇൻറ്റു 10⁻⁻² ആണ്. അപ്പം ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ 1/2² ക്യാൻസൽ ആവും. അതേപോലെ 3 വരും അല്ലേ? 3² 9 ആണ്. അപ്പോൾ 6/9 ഇൻറ്റു 10⁻⁻² വരും. അപ്പോൾ 6/9 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറൗണ്ട് 0.67
into 10 power minus 2 meter എന്ന് ഇതിൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ഷുവർ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ വാല്യൂസ് മാറിയാലും ടൈപ്പ് സെയിം ആയിരിക്കും നമുക്ക് വരുന്നത്. ഓക്കെ. In a car lift, compressed air exerts a force F1 on a small piston having a radius 5 cm. This pressure is transmitted to a second piston of radius 15 cm. If the mass of the car to be lifted is 1350 kilograms, അതായത് നമ്മുടെ ഡയഗ്രാം അവർ പറഞ്ഞിട്ടുണ്ട്. അത് ടെക്സ്റ്റ് ബുക്കിലുള്ള ഡയഗ്രാമാണ്. ഇത് എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മുടെ കാർ ലിഫ്റ്റ് ചെയ്യുന്ന ആ ഒരു ഹൈഡ്രോളിക് മെഷീൻ്റെ ഡയഗ്രമാണ് ഈ പറയുന്നത്. ഇഫ് ദ മാസ് ഓഫ് ദ കാർ ടു ബി ലിഫ്റ്റഡ് ഇസ് 1350 kilograms, കാൽക്കുലേറ്റ് F1. വാട്ട് ഈസ് ദ പ്രഷർ നെസസറി ടു അക്കംപ്ലിഷ് ദിസ് ടാസ്ക്? അപ്പോൾ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? കാർ ലിഫ്റ്റ് ഇസ് കംപ്രസ്ഡ് എയർ എക്സേർട്സ് എ ഫോഴ്സ് ഓഫ് F1 ഓൺ എ സ്മോൾ പിസ്റ്റൺ. അപ്പം F1 തന്നിട്ടുണ്ട്. എന്ത് F1 ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. Having a radius R1 is equal to 5 centimeter. Pressure is transmitted to a second piston of radius 15 centimeter. So R2 is equal to 15 centimeter. അപ്പം mass of the car to be lifted എന്താണ്? അതാണ് എന്ത്? M ആണ് അവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ F2 എന്താണ്? F2 is equal to 1350 multiplied by 9.8 ന്യൂട്ടൺ. ഇത്രയാണ് എന്ത് ലിഫ്റ്റ് ചെയ്യേണ്ട വെയിറ്റ്. അപ്പം നമുക്ക് പാസ്കൽസ് ലോ അപ്ലൈ ചെയ്താൽ എന്താണ് നമുക്കറിയാം? F1 by A1 is equal to F2 by A2. നമുക്ക് ഇവിടെ എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? F1 is equal to F2 by A2 into A1. അപ്പോൾ F2 എത്രയാണ്? 1350 into 9.8. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെ മാസ് തന്നിരിക്കുന്നത്, വെയിറ്റ് അതിനെ 9.8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈഡ് ബൈ A1 എന്ന് വെച്ചാൽ പൈ R1 സ്ക്വയർ. സോ പൈ ഇൻറ്റു R1 5 സെൻറ്റിമീറ്റർ ആണ്, 10 power minus 2 സ്ക്വയർ ഡിവൈഡഡ് ബൈ പൈ R2 സ്ക്വയർ. പൈ ഇൻറ്റു 15 ഇൻറ്റു 10 power minus 2 ദ ഹോൾ സ്ക്വയർ. ഓക്കെ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 1.5 ഇൻറ്റു 10 power 3 ന്യൂട്ടൺ എന്ന് കിട്ടും. അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. ഓക്കെ. ഇതാണ് ഇതിൻ്റെ കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാലുള്ള വാല്യൂ. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. വാട്ട് ഈസ് ദ പ്രഷർ നെസസറി ടു അക്കംപ്ലിഷ് ദിസ് ടാസ്ക്? പ്രഷറിൻ്റെ ഫോർമുല എന്താണ്? പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ അല്ലേ? അപ്പോൾ നമുക്കിവിടെ F1 by A1 എന്ന് എഴുതാം. നമ്മൾ ആദ്യത്തെ പിസ്റ്റണിൽ അപ്ലൈ ചെയ്യുന്ന പ്രഷറാണ് അവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം 1.5 ഇൻറ്റു 10 power 3 ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ഏരിയ 3 ഇൻറ്റു 5 ഇൻറ്റു 10 power minus 2 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് 1.9 ഇൻറ്റു 10 power 5 പാസ്കൽ എന്ന് കിട്ടും. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പാസ്കൽസ് ലോ എന്ന് എപ്പോഴും വരിക. ഒരേ ഒരു ഫോർമുല മാത്രമേ നിങ്ങൾ ഓർമ്മിക്കേണ്ട ആവശ്യമുള്ളൂ. F1 by A1 is equal to F2 by A2. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്മുടെ ടെക്സ്റ്റ് ബാക്ക് എക്സസൈസ് എന്ന് നമ്മുടെ ഈ ഫോക്കസ് ഏരിയയിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. എ ഹൈഡ്രോളിക് ഓട്ടോമൊബൈൽ ലിഫ്റ്റ് ഇസ് ഡിസൈൻ ടു ലിഫ്റ്റ് കാർസ് വിത്ത് എ മാക്സിമം മാസ് ഓഫ് 3000 kilogram. ഈ മാസ് എന്ന് കാണുമ്പോൾ നിങ്ങൾ ഓർമ്മിക്കണം, നമുക്ക് ഫോഴ്സാണ് ആവശ്യം. ഫോഴ്സ് എന്നുള്ളത് എന്താണ്? വെയിറ്റ് ആണ്. വെയിറ്റ് എന്നുള്ളത് M×G ആണെന്നുള്ളത് എപ്പോഴും ഓർമ്മിക്കുക. അവിടെയാണ് ഒരു തെറ്റ് എല്ലാവർക്കും പറ്റാറുള്ളത്. അത് കൃത്യമായിട്ട് ഓർമ്മിക്കുക. മാസ് ആണോ തന്നിരിക്കുന്നത്, വെയിറ്റ് ആണോ തന്നിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് വായിക്കുക ക്വസ്റ്റ്യനിൽ. എ ഹൈഡ്രോളിക് ഓട്ടോമൊബൈൽ ലിഫ്റ്റ് ഇസ് ഡിസൈൻ ടു ലിഫ്റ്റ് കാർസ് വിത്ത് എ മാക്സിമം മാസ് ഓഫ് 3000 kilogram. The area of cross section of the piston carrying the load is 425 centimeters square. What maximum pressure would the smaller piston have to bear? അപ്പം പ്രഷർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? പ്രഷർ P നമ്മുടെ ആദ്യത്തെ ചെറിയ പിസ്റ്റണിൽ കൊടുക്കുന്ന പ്രഷർ തന്നെയാണ് മറ്റേ പിസ്റ്റണിലേക്കും വരുന്നത്. അപ്പോൾ സെയിം പ്രഷർ തന്നെയാണ്. അപ്പം പ്രഷർ ഇസ് ഈക്വൽ ടു നമുക്ക് എന്താ എഴുതാം? ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഇപ്പോൾ ഇവിടെ വെയിറ്റ് ഓഫ് ദ കാർ ഹോൾ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ദ പിസ്റ്റൺ. അതാണ് നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻ, ഏരിയ ഓഫ് ദ പിസ്റ്റൺ.
അപ്പോൾ ഇവിടെയും നമ്മൾ ഫോഴ്സ് ബൈ ഏരിയ എന്നുള്ള കൺസെപ്റ്റ് തന്നെയാണ്. പക്ഷേ ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യന് അവിടെ എന്താണ് ആ ഫോഴ്സ് എന്നുള്ളത് കാറിൻ്റെ വെയിറ്റ് ആണ്. അപ്പോൾ അവിടെയുള്ള ഏരിയ പിസ്റ്റൻ്റെ ഏരിയ ആണ് എന്ത് ഏരിയ ആയിട്ട് വരുന്നത്. ഇപ്പം മാസ്സാണ് തന്നിരിക്കുന്നത്. ഇപ്പം 3000 kilograms മൾട്ടിപ്ലൈഡ് ബൈ 9.8 ആണ് എന്ത് വെയിറ്റ് വരുന്നത്. ഏരിയ എന്താണ് 425 centimeter square. അതിനെ മീറ്റർ സ്ക്വയർ ആക്കണം. 425 into 10 power minus 4 meter square. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 6.92 into 10 power 5 പാസ്കൽസിന് ആൻസർ കിട്ടും. കാൽക്കുലേഷൻ മാത്രമേ ഇത്തിരി ഒരു സമയം എടുക്കുള്ളൂ, ബാക്കിയൊന്നും അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു ക്വസ്റ്റ്യൻ കൂടി, ടെക്സ്റ്റ് ബുക്കിൽ അത്രയും ക്വസ്റ്റ്യൻസ് ഈ ഏരിയ എന്ന് വരുന്നുള്ളൂ. അപ്പോൾ ഇത് മാത്രം പഠിച്ചാൽ മതി നിങ്ങൾ ശരിക്കും. Can Bernoulli's equation be used to describe the flow of water through a rapid in a river? Rapid flow നമ്മുടെ എന്താ പറയുക, പുഴയിലെ കൂടെ ഒഴുകുന്ന വെള്ളത്തിന് അതിൻ്റെ ഫ്ലോയിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ബെർണോളിസ് ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞിട്ട് പാസ്കൽസിലോ നമ്മൾ ഫ്ലൂയിഡ്സ് അണ്ടർ റെസ്റ്റും ബെർണോളിസ് പ്രിൻസിപ്പിൾ ഫ്ലൂയിഡ് അണ്ടർ മോഷനിലുമാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷേ ആ ബെർണോളിസ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സ്ട്രീം ലൈൻ മോഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാം റിവേഴ്സിൽ കൂടെ ഒക്കെ ഫ്ലോ ചെയ്യുന്ന വാട്ടറിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഓരോ സ്ഥലത്തും ഓരോന്നായിരിക്കും അല്ലേ, വാട്ടർ മോളിക്യൂൾസിൻ്റെ. അപ്പം നമുക്ക് അത് സ്ട്രീം ലൈൻ ഫ്ലോ ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പം ബെർണോളിസ് ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം, സ്ട്രീം ലൈൻ ഫ്ലോ ആയിരിക്കണം. അപ്പം നമുക്ക് എന്ത് പറയാം, ബെർണോളിസ് തിയറം ഇസ് അപ്ലിക്കബിൾ ഓൺലി ഫോർ ഐഡിയൽ ഫ്ലൂയിഡ്സ് ഇൻ സ്ട്രീം ലൈൻ മോഷൻ. സിൻസ് ദ ഫ്ലോ ഓഫ് വാട്ടർ ഇൻ എ റിവർ ഇസ് വെരി റാപ്പിഡ്, the way cannot be treated as streamline motion and the Bernoulli's theorem cannot be applied to explain the flow of water in the river. അങ്ങനെയാണ് അതിൻ്റെ ആൻസർ പറയാൻ പറ്റുന്നത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസും ഇത്രയും ആ ഒരു പ്രൂഫും ബെർണോളിസ് തിയറത്തിൻ്റെ പ്രൂഫ് നിങ്ങൾ പഠിക്കുക. അത്ര മാത്രമേ ആവശ്യമുള്ളൂ ഫോക്കസ് ഏരിയയെന്ന്. അപ്പോൾ നന്നായിട്ട് ക്ലാസ് കേട്ടതിന് ശേഷം ടെക്സ്റ്റ് ബുക്കിൽ ഫോക്കസ് ഏരിയയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഏതാണ് വരുന്നതെന്നുള്ളത്, അത് നോക്കുക. അതൊന്ന് ജസ്റ്റ് വായിക്കുക. ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് നമുക്കറിയാം +1 ഇതിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് മാക്സിമം ചോദിക്കുക. അപ്പം ടെക്സ്റ്റ് ബുക്കിലത്തെ ഈ ക്വസ്റ്റ്യൻസ് സോൾവ് ക്വസ്റ്റ്യൻസ് ഒക്കെ കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷുവറായിട്ടും ഫുൾ മാർക്ക് കിട്ടും ഓരോ ചാപ്റ്ററിനും. ഓക്കെ, അപ്പം എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ചാപ്റ്ററായ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിൻ്റെ ഫോക്കസ് ഏരിയ ബേസ്ഡ് ക്ലാസ് ആയിട്ട് വരാം. അപ്പോഴേക്കും ഇതുവരെ എടുത്ത എല്ലാ ചാപ്റ്റേഴ്സും റിവൈസ് ചെയ്യുക, പഠിക്കുക നന്നായിട്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അടുത്ത ക്ലാസ് ഇടുമ്പോൾ ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. നിങ്ങളുടെ എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ +2ൻ്റെ ക്ലാസ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് റെഗുലർ ബേസിസിൽ നമുക്ക് +2ൻ്റെ ക്ലാസ് എടുക്കാം. പരീക്ഷ ആകുമ്പോഴേക്ക് കൃത്യമായിട്ട് എല്ലാം കവർ ചെയ്തുകൊണ്ട് പോവാം. ഓക്കെ, അപ്പം പഠിക്കുക, നന്നായി പഠിക്കുക. ഇത്രയും പെട്ടെന്ന് അടുത്ത ക്ലാസ് ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.